ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധൈനിസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് റാഗി വട്ടയപ്പമാണ്. അപ്പോൾ റാഗി വെച്ചിട്ടാണ് ഈ വട്ടയപ്പം തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയ ഈ പഞ്ഞ് പോലത്തെ വട്ടയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. റാഗി വട്ടയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് റാഗി ഇതേപോലെ ഞാനൊരു ഗ്ലാസ്സിൽ, അതായത് 1 കപ്പിൻ്റെ അളവിൽ ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ഗ്ലാസ്സിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇതേ അളവ് തന്നെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. പച്ചരി ചോറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കഴുകിയെടുത്ത 3 ഏലക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ളത്രയും ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു വലിയ അണി ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഇത് നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. നമ്മുടെ ഇഡ്ഡലിയുടെയൊക്കെ ബാറ്ററിലെ ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ഈ ഒരു വട്ടയപ്പത്തിന് വേണ്ടത്. ഇനി വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ച് ലൂസാക്കി എടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. താഴെയുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ഇത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരടപ്പ് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഒരു 1.5 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1.5 മണിക്കൂറിന് ശേഷം ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇപ്പം ഒരു 1.5 മണിക്കൂറായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് ഇത്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വട്ടയപ്പം തയ്യാറാക്കുമ്പോൾ മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ തന്നെ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ മുന്തിരിങ്ങ തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾ മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി മുന്തിരിങ്ങ ഇഷ്ടമില്ലാത്തൊരു കൂട്ടർ അത് ഒഴിവാക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ ഈ വട്ടയപ്പം ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് വട്ടയപ്പത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏത് പാത്രത്തിലാണോ വട്ടയപ്പം ചുട്ടെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൻ്റെ അടിഭാഗത്തേക്ക് നമുക്കിതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് തടവി കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നന്നായി തടവി കൊടുക്കുന്നത്. ഇനി വട്ടയപ്പം ബാറ്റർ നമ്മുടെ ഈ ചുട്ടെടുക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ചിട്ട് എല്ലാം ഒരേ പാത്രത്തിൽ തന്നെ ഒഴിക്കേണ്ട. കാരണം അത് എത്രത്തോളം കട്ടി കൂടുന്നോ അത്രത്തോളം അതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടാനും സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പകുതി ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് വട്ടയപ്പം തയ്യാറാക്കുന്നത്. ഇതുപോലെ ആവിച്ചെമ്പിൽ നമ്മൾ സ്റ്റീമറിൽ ഇതേപോലെ വട്ടയപ്പം വെച്ചിട്ട് പാത്രം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ആ അടപ്പും വെച്ചിട്ട് ഒരു 50 മിനിറ്റ് മിനിമം നമുക്ക് ഇത് ചുട്ടെടുക്കാൻ സമയം വേണം. അപ്പോൾ എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇത് വെന്ത് കിട്ടുള്ളൂ. ഇനി അപ്പോൾ ഒന്നിങ്ങനെ വെന്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. തുടക്കത്തിലെ അണ്ടിപ്പരിപ്പ് വിതറിയതാണെങ്കിൽ ഈ അണ്ടിപ്പരിപ്പ് ഉള്ളിലേക്ക് ഒന്ന് താണു പോകും. അതുകൊണ്ടാണ് ഒന്ന് വേവാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വിതറിയതിന് ശേഷം വീണ്ടും അടപ്പ് വെച്ചിട്ട് 50 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ കൈകൊണ്ട് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് തന്നെത്താൻ ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാൻ പറ്റുക. ഇനി നമുക്കിത് ഒരു വേറെ പാത്രത്തിലേക്ക് ഇതേപോലെ മാറ്റി കൊടുക്കാം. നമ്മുടെ റാഗി വട്ടയപ്പം നല്ല രീതിക്ക് തന്നെ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്.
വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ റാഗി വട്ടയപ്പം നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയും പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.